അയ്യോ, മണ്ണീരക്കൊക്കെ നോവും. ഇങ്ങനെയാണോ വേണേ മുറ്റടിക്കുന്നത്? ആ ചപ്പ് പകുതി അവിടെ തന്നെ ഉണ്ട്. ഇത്തിരി കൂടി ബലം കൂടി കൊടുക്ക്. വൈകുന്നേരം മുറ്റടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പതിവ് ഉപദേശം വീണ്ടും കാതിലേക്ക് എത്തിയത്. ചൂലും കയ്യിൽ പിടിച്ച് ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കയ്യിൽ ചായ ഗ്ലാസുമായി ഉമ്മർത്തിരുന്ന് നോക്കുന്നുണ്ട്. എത്ര ദേഷ്യത്തിൽ നോക്കിയിട്ടും യാതൊരു കൂസലുമില്ലാത്ത പോലെ വീണ്ടും ചിരിച്ചുകൊണ്ട് ചായ വേണമെന്ന് ആംഗ്യം കാണിച്ചപ്പോൾ ദേഷ്യം കൊണ്ട് വിറഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. ഒന്ന് നോക്കി പല്ലിറുമി കാണിച്ചിട്ട് വീണ്ടും ചൂലുമായി തിരിഞ്ഞു. കാട്ടുപോത്ത്, ഇങ്ങനെയൊക്കെ കെട്ടാൻ പോയ എന്നെ പറഞ്ഞാൽ മതി. ദേഷ്യത്തോടെ ഒരു ദയിപ്പിക്കുന്ന നോട്ടം കൂടി നോക്കി മുറ്റമടിക്കുന്നതിൽ തന്നെ ശ്രദ്ധിച്ചു. 1.5 വർഷം മുമ്പ് ഇതുപോലെ മുറ്റമടിച്ച് നിന്നപ്പോഴാണ് അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരൻ കാറിൽ വന്നിറങ്ങിയത്. ആകാംക്ഷ സഹിക്കാൻ പറ്റാതെ മതിലിന് മുകളിലൂടെ തലയെത്തിച്ച് നോക്കി. ആദ്യം കണ്ണിൽ പതിഞ്ഞത് ആ കട്ടിമീശയാണ്. പണ്ട് മുതലേ മീശ വലിയ ഇഷ്ടമായതിനാൽ നോക്കി നിന്നു. ആള് താൻ ശ്രദ്ധിക്കുന്നറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴായിരുന്നു ചമ്മലോടെ തല മതിലിന് മുകളിൽ നിന്ന് പിൻവലിച്ച് അകത്തേക്ക് നടന്ന്. പിന്നീട് ആള് വീട്ടിലേക്ക് വരുന്ന കണ്ടു. രാവിലത്തെ ചമ്മല് മാറാത്തതിനാൽ മുന്നിലേക്ക് പോയില്ല. ആള് ഗേറ്റ് കടന്ന് അകത്തേക്ക് കടന്നു വരുന്ന കണ്ടതും നേരെ മുറിയിലേക്ക് നടന്നു. വാതിലടച്ച് മുറിക്കുള്ളിലാണെങ്കിലും ആളിൽ നിന്ന് പറയുന്നതൊക്കെ ശ്രദ്ധയോടെ ചെവിയോർത്തിരുന്നു. അമ്മയോടും അനിയത്തിയോടുമുള്ള സംസാരത്തിൽ നിന്നാണ് പേര് ജീവനെന്നാണെന്നും പോലീസിലാണെന്നും പുതിയ SI ആയിട്ട് ചാർജ് എടുക്കാമെന്നാണെന്നും മനസ്സിലായത്. പിന്നെ പലപ്പോഴായി കണ്ടെങ്കിലും അന്നത്തെ ആ ചമ്മൽ മനസ്സിലുണ്ടായത് കാരണം അങ്ങോട്ട് ചെന്ന് മിണ്ടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാണുമ്പോഴൊക്കെ അറിയാതെ തല കുനിഞ്ഞു പോകും. എങ്കിലും ആൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ വെറുതെ ഒരു നോട്ടം നോക്കും. ഒളിച്ചുകളിയും ഒളിഞ്ഞു നോട്ടവുമൊക്കെയായി കുറച്ച് മാസങ്ങൾ കടന്നുപോയി. പതിവ് പോലെ അന്ന് കോളേജിൽ പോയതായിരുന്നു. ആർട്സ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് സാരിയാണ് ഉടുത്തിരുന്നത്. സൈക്കിൾ പോലും ഓടിക്കാൻ പേടിയായതുകൊണ്ട് സ്വന്തം വണ്ടിയിൽ പോവുക എന്നതൊരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. അച്ഛൻ നേരത്തെ ഓഫീസിൽ പോയതിനാൽ കൊണ്ടുവിടാനും വേറെ ആളില്ല. സാരി ഉടുത്ത് ശീലമുള്ളതിനാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായി ബസ്സിൽ കയറിയത് അബദ്ധമായി എന്ന് മനസ്സിലായത് പിന്നീടാണ്. തിരക്ക് കൂടി വരുന്നതിനനുസരിച്ച് സാരി ആകെ അലങ്കോലമാവാൻ തുടങ്ങി. അതിനിടയിൽ കൂടിയാണ് ആരുടെയോ കൈകൾ ശരീരത്തിൽ കൂടി ഇഴയും പോലെ തോന്നിയത്. ഒറ്റ നിമിഷം കൊണ്ട് മനസ്സ് കല്ലായ പോലെ തോന്നി. പ്രതികരിക്കണമെന്നുണ്ട്, തിരിഞ്ഞു നോക്കിയ ആൾക്കിട്ടൊന്ന് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ശരീരമാകെ തളരും പോലെ ഒരു തോന്നൽ, നാവ് വറ്റി വരളും പോലെ. അയാളുടെ കൈ തട്ടിയെറിഞ്ഞ് മുന്നിലേക്ക് നീങ്ങി നിന്നു. തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം അപ്പോഴും വന്നിരുന്നില്ല. വീണ്ടും ആ കൈകൾ തന്നിലേക്ക് വരുന്നതറിഞ്ഞ് കൈകളിൽ കൂടി തഴിയ വയറ്റിലേക്ക് ആ കൈകൾ ചലിച്ചതും ഇതുവരെ തോന്നാത്തൊരു ധൈര്യത്തിൽ വെട്ടിത്തിരിഞ്ഞ് അയാൾക്ക് നേരെ കൈയോങ്ങിയതും ഒന്നിച്ചായിരുന്നു. പക്ഷേ എൻ്റെ കൈ തള്ളും മുന്നേ അടികൊണ്ട് അയാൾ വേച്ചു പോയിരുന്നു. കാര്യം മനസ്സിലാകാതെ സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് കത്തുന്ന കണ്ണുകളോടെ നിൽക്കുന്ന ജീവനെ കാണുന്നത്. അയാളെ വീണ്ടും തല്ലുന്ന കണ്ടു. എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല. ബസ്സിലുള്ളവർ പലരും ഒരു കാഴ്ച വസ്തുവിനെ പോലെ നോക്കുന്നുണ്ട്. ചിലരൊക്കെ അടുത്തിരിക്കുന്ന ആളോട് എന്തൊക്കെയോ അടക്കം പറയുന്നു. അപമാനഭാരം കാരണം കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പോലീസ് ജീപ്പ് എന്ന അയാൾ അരികിലേക്ക് അയറ്റാനായി ബസ് നിർത്തിയതും അതിനൊപ്പം തന്നെ ഇറങ്ങി കോളേജിലേക്ക് പോകാൻ തോന്നിയില്ല. പിന്നീട് വീട്ടിലേക്ക് ചെല്ലണമെന്ന് തോന്നി. റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റോപ്പിലിരുന്നു. മനസ്സപ്പോഴും അതിൽ തന്നെ ചുറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. ആദ്യത്തെ അനുഭവമായതുകൊണ്ടാണോ വല്ലാത്തൊരു മരവിപ്പ് പോലെ. ഇപ്പോഴും അയാളുടെ കൈകൾ ശരീരത്തിൽ കൂടി ഇഴഞ്ഞു നടക്കും പോലെ. നിറഞ്ഞു വന്ന കണ്ണുകൾ വീണ്ടും അമർത്തി തുടച്ചപ്പോഴാണ് അടുത്താരോ ഇരിക്കും പോലെ തോന്നിയത്. മുഖമുയർത്തി നോക്കിയപ്പോൾ ജീവനെയാണ് കണ്ടത്. തന്നെ നോക്കിയിരിപ്പുണ്ട്. വല്ലാത്തൊരു വെപ്രാളം തോന്നി. പിടച്ചിലൂടെ കണ്ണുകൾ പിൻവലിച്ച് മറുവശത്തേക്ക് നോക്കിയിരുന്നു. നീ കോളേജിൽ പോകുന്നില്ലേ? ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടു. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനിട്ടാവും ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന കേട്ടു. ഇല്ലെന്ന് പതുക്കെ തലയാട്ടി. ശ്വാസമൊന്ന് വലിച്ചു വിടുന്ന ശബ്ദം കേട്ടു. ഇത് തന്നെ നാളെ ഉണ്ടായോ? അതിനടുത്ത ദിവസം ആവർത്തിച്ച നീ പഠിപ്പെടുത്തുവോ? ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. മറുപടിയൊന്നും പറഞ്ഞില്ല. പറയാനൊരു ഉത്തരം കയ്യിലില്ലായിരുന്നതായാലും ശരി, നീ ബസ്സിൽ കയറാതെ പഠിക്കാൻ പോയി നിൽക്കട്ടെ. നിനക്കൊരു ജോലി കിട്ടുമ്പോൾ അവിടെ ഇതുപോലൊരു ശല്യക്കാരുണ്ടെങ്കിൽ ആ ജോലി നീ രാജിവെക്കുവോ? അവൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം പിടികിട്ടിയപ്പോൾ ഇല്ലെന്ന് പതിയെ തലയാട്ടി. ആ മുഖത്ത് ചിരിയുടെ ഇരുന്ന് കണ്ടിരുന്നു. അടുത്ത ബസ് എപ്പോഴാണ് കോളേജിലേക്ക്? 5 മിനിറ്റ് കഴിഞ്ഞ്. നേരത്തെ കരഞ്ഞേണ്ടിയാണെന്ന് തോന്നുന്നു. പറയുമ്പോൾ ശബ്ദം അടച്ചിരുന്നു. വാ എഴുന്നേക്ക്. ആൾ എഴുന്നേറ്റിട്ട് പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ കൂടെ ചെന്നു. റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ കൈകൾ അനുവാദം ചോദിക്കാതെ എൻ്റെ വിരലുകളെ കോർത്തു പിടിച്ചിരുന്നു. ഞെട്ടലോടെ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് സൈഡിലേക്ക് നോക്കുന്നതാണ് കണ്ടത്. വല്ലാത്തൊരു വിറയൽ ശരീരമാകെ പടരും പോലെ തോന്നി. മറുവശത്തെത്തിയിട്ടും ആ കൈകൾ വിട്ടു മാറിയില്ല. ബസ് വന്ന് നിന്നപ്പോൾ ആദ്യം നോക്കിയത് ആ കൈയിലേക്കാണ്. ചിരിയോടെ ആൾ പിന്നിലേക്ക് മാറി നിൽക്കുന്ന കണ്ടു. കാഴ്ചയിൽ നിന്ന് മറയും വരെയും ആൾ അതേ കുസൃതി നിറഞ്ഞ ചിരിയോടെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്.
ഹൃദയം മിടിച്ച് പൊട്ടിപ്പോകുമോ എന്ന് തോന്നി. മറ്റൊന്നും പിന്നെ മനസ്സിലേക്ക് വന്നിരുന്നില്ല. തിരിച്ചൊരു പുഞ്ചിരി നൽകാൻ പറ്റാതിരുന്നതിൽ ആദ്യമായി വിഷമം തോന്നി. പരിപാടി തീരാൻ പോലും കാത്തിൽക്കാതെ വൈകുന്നേരം നേരത്തെ വീട്ടിലേക്ക് മടങ്ങി. എങ്ങനെയെങ്കിലും ആളൊന്നുകൂടി കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബൈക്ക് മുറ്റത്ത് കാണാതിരുന്നപ്പോൾ വന്നിട്ടില്ലെന്ന് മനസ്സിലായി നിരാശയോടെ തിരിഞ്ഞടക്കാൻ തുടങ്ങുമ്പോഴാണ് ബൈക്ക് നേരെ മുന്നിലേക്ക് വന്നു നിന്ന്. ഗേറ്റിന് മറവിലൂടെ ഒളിഞ്ഞു നോക്കിയത് ആൾ കണ്ടു എന്ന് മനസ്സിലായി. ചമ്മലോടെ ഒരു ചിരി നൽകി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തിയിരുന്നു. നിനക്കെന്താണ് അവിടെ കാര്യം? ഒരു വശത്ത് മീശോ നന്നായി പിരിച്ചു വെച്ച് ജീവൻ ചോദിച്ചു. മറുപടിയില്ലാതെ തലതാഴ്ത്തി നിന്നു. ശ്വാസം വിലങ്ങിപ്പോകുമോ എന്ന് പോലും തോന്നി. യാമി. ആൾ പേര് വിളിച്ചപ്പോൾ ഞെട്ടലോടെയാണ് നോക്കിയത്. എൻ്റെ പേര് അറിയാമെന്ന് വിചാരിച്ചതേയില്ല. അത്രയും നേരം ആ മുഖത്തുണ്ടായിരുന്ന ചിരിക്കൊരു ചെറിയ മങ്ങൽ പോലെ തോന്നി. യാമി, താൻ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയുമ്പോൾ ആ മുഖത്ത് ഗൗരവം വീണ്ടും ഒരിക്കൽ കൂടി കൂടും പോലെ. ഞാൻ പഠിച്ചു വളർന്നൊക്കെ ഓർഫനേജിലാണ്. അപ്പനും അമ്മയ്ക്ക് ഉണ്ടോ അതവരെന്നെ ഉപേക്ഷിച്ചതാണോ ഒന്നും എനിക്കറിയില്ല. ജീവിതത്തിൽ ഇന്നുവരെ കൂടെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ മാത്രമോ. പ്രണയത്തിനോ മറ്റൊന്നിനോ സ്ഥാനം ഉണ്ടായിരുന്നില്ല. ആൾ നിർത്തി. ആ കണ്ണുകൾ കരങ്ങി വരുന്ന കാണുക വേദനിക്കുന്ന തൻ്റെ ഉള്ളിലാണെന്ന് തോന്നി. ഇവിടെ വന്ന് തന്നെ കാണും വരെ. ചെറിയൊരു ചമ്മലോട് ആളത് കൂട്ടിച്ചേർത്തപ്പോൾ തറഞ്ഞു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. വളച്ചെട്ടി പറയാനോ മറച്ചു പിടിക്കാനോ ഒന്നും എനിക്കറിയത്തില്ല. പൊന്നുപോലെ നോക്കാമെന്നോ കണ്ണു നിറയാൻ നോക്കാമെന്നോ വാക്കുവരുന്നില്ല. എനിക്കിത്തിരി ദേഷ്യം കൂടുതലാണ് ഇടക്കൊക്കെ. പക്ഷെ ചാകുവോളം ഒറ്റക്കാക്കില്ല. ആ ഒരു വാക്ക് മാത്രം തരുക. ആകാശം ഇടിഞ്ഞു വീഴുന്ന പ്രശ്നമാണെങ്കിലും നിന്റെ കൂടെ തന്നെ കാണും. പാതി വഴി കിട്ടേച്ച് പോകത്തില്ല. ഓക്കെ ആണെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് പറയാം. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട് പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി ഇരിപ്പുണ്ട്. വാക്കുകളൊന്നും തന്നെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും ആ ശബ്ദം തന്നെ ചെവിയിൽ മുഴങ്ങുന്നു. താനൊരു മറുപടി പറയുമെന്ന പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ആളെയും നോക്കി തെളിച്ചമില്ലാത്തൊരു ചിരി വരുത്തി മുഖത്ത്. ആ കണ്ണുകളിലെ പ്രകാശം കുറഞ്ഞതുപോലെ നിരാശയിൽ കുതിർന്നൊരു ചിരി നൽകി ആള് ബൈക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും താക്കോൽ ഊരി വെച്ചിരുന്നു. പകച്ചു നോക്കുന്നുണ്ട്. ഉത്തരം വേണ്ടേ ചോദിച്ചപ്പോൾ ചെറിയ കുട്ടിയെ പോലെ തലയാട്ടെന്ന് കണ്ടു. നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകുന്ന ദിവസമെല്ലാം അടുക്കള അവധിയായിരിക്കും. ഒന്നുകിൽ പുറത്തുനിന്ന് വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് വെച്ച് തരണം. പിണക്കമാറ്റം സിനിമയ്ക്കും കൊണ്ടുപോകേണ്ടി വരും. ആള് ചിരിയോടെ തലയാട്ടെന്ന് കണ്ടു. വീണ്ടും ആലോചിക്കും പോലെ താടിയിൽ വിരലൂന്നി. ആള് കൗതുകത്തോടെ നോക്കുന്നുണ്ട്. പിന്നെയൊന്നും പറയാതെ കഴുത്തിൽ കൂടി ചുറ്റിപ്പിടിച്ച് ആ നെറുകിലൊന്ന് ചുണ്ടിയേർത്തു. മര്യാദക്ക് നാളെ തന്നെ വന്ന് ചോദിച്ചോണം. തറഞ്ഞിരിക്കുന്ന ആളെ ഒന്ന് കണ്ണുകൂർപ്പിച്ച് നോക്കി വീട്ടിലേക്ക് തിരിഞ്ഞടക്കുമ്പോൾ ആളുടെ ചിരിയുടെ ശബ്ദം വീണ്ടും ഒരിക്കൽ കൂടി കാതിലേക്ക് അലയടിച്ചിരുന്നു. ദാ അവിടെ 2 ഇല കിടക്കുന്നു. വീണ്ടും ആളുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. മുറ്റത്ത് കിടക്കുന്ന ഇലയിലേക്ക് ചൂണ്ടി ചായ ഊതി ഊതി കുടിക്കുന്നുണ്ട്. ദേഷ്യത്തോടെ ചൂല് നിലത്തേക്ക് ഇട്ടു. ഈ വയറും വെച്ച് ഇങ്ങനെയൊക്കെ തൂക്കാനേ പറ്റൂ. ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് വന്ന് തൂത്തോ. ദേഷ്യത്തോടെ പറഞ്ഞതും ചായ ഗ്ലാസ് തറയിലേക്ക് വെച്ച് ചിരിയോടടുത്തേക്ക് വരുന്ന കണ്ടു. തന്നെ നോക്കിയൊന്ന് ചിരിച്ച് നേരെ നിലത്തേക്ക് കുനിഞ്ഞ് വയറിന് നേരെ മുഖമടിപ്പിച്ച് നിന്നു. നിന്റെ അമ്മ മഹാമടിച്ചു കേട്ടോ കുഞ്ഞാ. ഇപ്പൊ പാചകം ചെയ്യുന്ന അപ്പ, വീട് വൃത്തിയാക്കുന്ന അപ്പ, തുണി കഴുകുന്നത് അപ്പ. ഈ ജോലിയെങ്കിലും ചെയ്തില്ലെങ്കിലേ എന്റെ കുഞ്ഞിന് അമ്മയെപ്പോലെ മടിയനായി പോവും. ചിരിയോടെ പറയുന്ന കേട്ടപ്പോൾ എന്നെ തള്ളി മാറ്റി. എന്റെ കുഞ്ഞിനോട് എന്റെ കുറ്റം പറഞ്ഞു കൊടുക്കുന്നോ? ദേഷ്യത്തിൽ നോക്കിയിട്ട് അകത്തേക്ക് നടക്കുമ്പോഴും മുറ്റത്ത് ഉറക്കെ ചിരിക്കുന്ന കേട്ടു. വാതിൽ കിടന്ന് അകത്തേക്ക് കയറിയപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. 5 നിമിഷത്തിനുള്ളിൽ പിണക്കം മാറ്റാൻ ആള് വരുമെന്ന് ഉറപ്പായിരുന്നു. അത് ശരിവെക്കും പോലെ അപ്പോഴേക്കും യാമി കൊച്ചെ എന്നുള്ള വിളിയുമായി 2 കൈകൾ പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. ആദ്യം കപടഗൗരവത്തിൽ നിന്നെങ്കിലും അറിയാതെ ചിരിച്ചുപോയി. ഒടുവിൽ തിരിഞ്ഞു നിന്ന നെഞ്ചിലേക്ക് ചായുമ്പോഴും വീണ്ടും ഒരിക്കൽ കൂടി നെറുകയിൽ അവന്റെ അധരങ്ങൾ പതിഞ്ഞിരുന്നു. ഓരോ തവണയും കൂടുതൽ കൂടുതൽ പ്രണയത്തോടെ.